قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വച്ചത് പരിശുദ്ധ റമളാനിലേക്ക് ആത്മസംസ്കരണത്തിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് അത് ഹൃദയവിശുദ്ധിയോടുകൂടി ആയിരിക്കണം റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി ഹൃദയത്തെ മലിനമാക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അതിൽ ഹൃദയത്തെ മലിനമാക്കുന്ന എലിമെൻറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഹങ്കാരം എന്ന് പറയുന്നത് എന്നും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണം ചില സംഗതികൾ കൂടി സൂചിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തെ മലിനമാക്കുന്ന ഘടകങ്ങളിൽ അല്ലെങ്കിൽ എലമെൻറ്റുകളിൽ വളരെ സുപ്രധാനമായ രണ്ടാമത്തെ സംഗതിയാണ് അസൂയ എന്ന് പറയുന്നത്, ജലസി. അസൂയ വളരെ മാരകമായ ഒരു രോഗമായിട്ടാണ് വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അസൂയയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഏറ്റവും സുപ്രധാനമായൊരു സംഗതി അസൂയയിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചു എന്നതാണ്. അത് നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന നമസ്കാരത്തിലൊക്കെ ഓതുന്ന സൂറത്താണത്. സൂറത്തുൽ ഫലക്ക്, വിശുദ്ധ ഖുർആനിലെ 113 അധ്യായം അവസാനിക്കുന്നത് ഒമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുക്കൾ അസൂയപ്പെടുമ്പോൾ ആ അസൂയയുടെ ഉപദ്രവത്തിൽ നിന്നും കാവലിനെ തേടുന്നു എന്നതാണ് ആ സൂറത്തിൻ്റെ അവസാനമുള്ളത്. ഒമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയപ്പെടുമ്പോൾ അസൂയയിൽ നിന്ന് അതിൻ്റെ ദുരന്തത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംബന്ധമായി പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മളൊക്കെ ചെറുപ്പകാലം മുതലേ മദ്രസ നാളുകൾ മുതൽ പഠിക്കുകയും പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ടുള്ള ഒന്നാണ് ഇയ്യാകും വൽ ഹസദ് ഫൈനൽ ഹസദ യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറൽ ഹതബ. ഇയ്യാകും വൽ ഹസദ്, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം. ഇന്നൽ ഹസദ, അസൂയ എന്ന് പറയുന്നത് യഅകുലുൽ ഹസനാത്ത്, നിങ്ങളുടെ നന്മകളെ തിന്നുകളയും. കമാ തഅകുലുൻ നാറുൽ ഹതബ, വിറകിനെ തീ തിന്നുന്നത് പോലെ നിങ്ങളുടെ ഹസനാത്തുകളെ, നന്മകളെ അസൂയ തിന്നുകളയുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, അസൂയയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെയും അസൂയ പരിചയപ്പെടുത്തേണ്ടതില്ല. ഒന്നാമത് നമ്മൾ ഇത് സംബന്ധമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മനസ്സിനെ മലിനമാക്കുന്ന വികാരങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അഹങ്കാരം,
അസൂയ, പ്രകടനാത്മകത, വിരോധം എന്നൊക്കെ പറയുന്ന വികാരങ്ങൾ നമ്മിൽ എല്ലാവരിലുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്കും അത് എനിക്കില്ല എന്ന അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ വികാരങ്ങൾ സന്നിവേശിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു വികാരം ഇല്ല എന്ന അവകാശവാദം ഉന്നയിക്കാൻ ഒരു പണ്ഡിതനും സാധ്യമല്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. ഇപ്പോൾ ഒരാൾ നിന്നിട്ട് എനിക്ക് ലൈംഗിക വികാരമില്ല എന്ന അവകാശവാദം ഉന്നയിച്ചാൽ നമ്മൾ അയാളെ മാന്യനായിട്ട് കാണോ അതോ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുമോ? വെളിവും വെള്ളിയാഴ്ചയുള്ള ഒരാൾ മനസ്സിലാക്കുക അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. എനിക്കങ്ങനെ ഒരു ലൈംഗിക വികാരം ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ പരമപരിശുദ്ധനാണെന്നല്ല, അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് ഒരാൾ നിന്നിട്ട് എനിക്ക് അസൂയയില്ല, എനിക്ക് അഹങ്കാരമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ വികാരങ്ങളെല്ലാം നമ്മിൽ ഓൾറെഡി സന്നിവേശിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വികാരങ്ങൾ ചില സന്ദർഭങ്ങളിൽ നമ്മിൽ ആക്ടിവേറ്റ് ആകും. ചിലത് കാണുമ്പോൾ, ചിലത് അറിയുമ്പോൾ, ചിലത് അനുഭവിക്കുമ്പോൾ ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് തന്നോട് അസൂയ ഉണ്ടാവില്ലല്ലോ ഒരാൾക്കും. എനിക്കിപ്പോൾ എന്നോട് അസൂയ ഉണ്ടാവില്ലല്ലോ, മറ്റുള്ളവരോടാണ് അസൂയ ഉണ്ടാവുക. അവർക്ക് സമ്പത്തുണ്ടാകുമ്പോൾ, അവർക്ക് സൗന്ദര്യമുണ്ടാകുമ്പോൾ, അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, അവരുടെ മറ്റ് ഭൗതികമായ പുരോഗതി കാണുമ്പോൾ, അവരുടെ സ്ഥാനമാനങ്ങൾ കാണുമ്പോൾ, അങ്ങനെ പലതും അസൂയ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പലതാണ്. ചിലർക്ക് സൗന്ദര്യമായിരിക്കും, മറ്റുള്ളവരിൽ അസൂയ സൃഷ്ടിക്കും. ചിലരിൽ സമ്പത്തായിരിക്കും, ചിലരിൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അധികാര പദവികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ തൊഴിലായിരിക്കാം, അങ്ങനെ വീടായിരിക്കാം, വാഹനമായിരിക്കാം, അങ്ങനെ പലതുമായിരിക്കാം. ഇതാണ് അസൂയ ഉണ്ടാവുക. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളിൽ അള്ളാഹു സന്നിവേശിപ്പിച്ച ഈ അസൂയ എന്ന വികാരം ആക്ടിവേറ്റ് ആകും. നമ്മൾ ചെയ്യേണ്ടത് അസൂയ ഇല്ല എന്ന് വാദിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് നമ്മിൽ ഈ അസൂയ എന്ന് പറയുന്ന നെഗറ്റീവ് ഇമോഷൻ ആക്ടിവേറ്റ് ആകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത്രേ നമുക്ക് സാധിക്കുള്ളൂ. അല്ലാതെ എനിക്ക് അസൂയ ഇല്ല എന്ന് ആരും വാദിക്കരുത്, വാദിക്കാൻ പാടില്ല, വാദിച്ചിട്ട് കാര്യമില്ല, വാദിക്കുന്നത് വിവരക്കേടാണ്. ഇതെല്ലാം ഉണ്ട്. ചിലതൊക്കെ ചെറിയ അളവിൽ നമ്മിൽ ഉണ്ടാവുകയും വേണം. ചെറിയ അളവിൽ ഉണ്ടാകുക, അത് സൈക്കോളജിക്കലായിട്ടുള്ള ആ വശം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന അസൂയ എന്ന് പറയുന്ന ആ ഒരു മലിന വികാരം നമ്മിൽ ആക്ടിവേറ്റ് ആകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ഇത് റമദാനിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടതോ ഏതെങ്കിലും ഘട്ടത്തിൽ ചെയ്യേണ്ടതോ അല്ല. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, ആത്മസംസ്കരണ പ്രക്രിയ എന്ന് പറയുന്നത്, ഹൃദയ വിശുദ്ധീകരണം എന്ന് പറയുന്നത്, ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ നാം നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ മനസ്സിനെ വിമലീകരിക്കുക എന്ന് പറയുന്നത്. മലിനീകരണത്തിൽ നിന്ന് മനസ്സിനെ വിമലീകരിക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. വളരെ സുപ്രധാനമായ ഒരു ആരാധനാ കർമ്മമാണ് കടന്നു വരുന്നത് എന്നതുകൊണ്ട് അത് പാഴ്വേലയായി പരിണമിക്കാതിരിക്കാൻ, അത് വെറുതെ അഭ്യാസമായി മാറാതിരിക്കാനാണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. വളരെ മനോഹരമായി അസൂയ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. മറ്റൊരു ജീവജാലങ്ങൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല? അസൂയ പ്രകടിപ്പിക്കാൻ കഴിയില്ല. ആനക്കസൂയ, കുതിരക്കസൂയ, സിംഹത്തിന് അസൂയ എന്നും നമ്മൾ പറയാറില്ലല്ലോ. അസൂയ എന്ന് പറയുന്നത് മനുഷ്യനുള്ളതാണ്. അതാകട്ടെ വളരെ മനോഹരമായി മനുഷ്യൻ അസൂയ പ്രകടിപ്പിക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത്തരം നെഗറ്റീവ് എലമെന്റുകൾ നമ്മിൽ ആക്ടിവേറ്റ് ആകുന്നത് പുറത്തു നിന്ന് ഒരാൾക്ക് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്തു നിന്ന് ഒരാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ശാരീരികമായ രോഗങ്ങളുണ്ടെങ്കിൽ, ഇന്റേണൽ ഓർഗൻസിന് ബാധിക്കുന്ന രോഗങ്ങൾ വരെ പുറത്തു നിന്ന് സിംറ്റംസിലൂടെയും അതുപോലെ ഉപകരണങ്ങളുടെ സഹായത്തോടെയും ഒരാൾക്ക് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഇതാകട്ടെ വളരെ മനോഹരമായി നമുക്ക് പ്രകടിപ്പിക്കാനും സാധിക്കും. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഏറ്റവും പറ്റിയൊരു എക്സാമ്പിൾ സക്കാത്ത് എന്ന് പറയുന്ന വിഷയമാണ്. നമ്മിൽപ്പെട്ട ഒരാൾ, അയാൾക്ക് സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, പക്ഷെ അയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല. അയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്.
അയാൾ കൊടുക്കേണ്ടവനാണ്, പക്ഷെ അയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ സക്കാത്ത് കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ പക്ഷെ അയാളുടെ സമ്പത്തിനോട് അസൂയയുള്ള ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ സമ്പത്തിനോട് അസൂയയുണ്ട്. ഈ അസൂയ പ്രകടിപ്പിക്കാൻ വേണ്ടി, അസൂയയുടെ ചില ലക്ഷണങ്ങളുണ്ട്, അസൂയ വഴി നമ്മൾക്കുണ്ടാകുന്ന ചില വികാരങ്ങളുണ്ട്. അത് ഞാൻ തൊട്ടുടനെ പറയാം. അയാൾക്ക് വിരോധമുണ്ട്, അല്ലെങ്കിൽ അയാളോട് ഒരു അസ്വസ്ഥതയുണ്ട്, പക്ഷേ ഈ അസൂയയുണ്ട്. ഈ അസൂയ പ്രകടിപ്പിക്കാൻ അയാൾ കണ്ടെത്തുന്ന ഒരു മാർഗം, ഇയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന ന്യായമായ ആരോപണം ഉന്നയിക്കലായിരിക്കും. അയാൾ ഉന്നയിക്കുന്ന ആരോപണം ശരിയാണ്, ഇയാൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇയാൾക്കെതിരെ സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നത് ഇഖ്ലാസോടു കൂടിയല്ല, അയാളുടെ സമ്പത്തിനോടുള്ള അസൂയ കൊണ്ടാണ്. അല്ലാതെ ഇയാൾ സക്കാത്ത് കൊടുത്തില്ലല്ലോ, അതിൻ്റെ പേരിൽ നാളെ അള്ളാഹുവിൻ്റെ പ്രതിപക്ഷത്ത് അയാൾ വരുമല്ലോ, അയാൾ കുറ്റവാളിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല. മറിച്ച് അയാളെ ആൾക്കൂട്ടത്തിൽ ഡിഫെയിം ചെയ്യണം, മോശക്കാരനായിട്ട് ചിത്രീകരിക്കണം. കാരണം ഇയാളുടെ അസൂയാണ് അതിന് കാരണം. അതല്ലായിരുന്നുവെങ്കിൽ, അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിയാകുമെന്നതുകൊണ്ടാണ് ഇയാൾ ഇത് പറയുന്നതെങ്കിൽ, അയാളോട് നേരിട്ടാണ് പറയേണ്ടത്, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് നേരിട്ട് പറയാം. അതിനു പകരം അയാൾക്ക് സ്വാധീനമുള്ള ആളുകളിൽ ഇയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് തീർത്തും ദുരുദ്ദേശപരമാണ്. 100% ദുരുദ്ദേശപരമാണെന്നല്ല നമ്മൾ പറയുന്നത്, മിക്കവാറും ഒക്കെ ദുരുദ്ദേശപരമാണ് ആ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്രയും കൂടി സക്കാത്ത് കൊടുത്തിട്ട് ആ കാശെങ്കിലും അയാളിൽ നിന്ന് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതല്ലാതെ അയാൾ അള്ളാഹിൻ്റെ മുമ്പിൽ പ്രതിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഇത് അസൂയയുടെ ഒരു പ്രതിഫലനമാണ്. അസൂയ നമ്മളിൽ ഉണ്ടാക്കുന്ന മറ്റു ഒരുപാട് തിന്മകളുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിൽ അസൂയ ഉണ്ടെങ്കിൽ കേവലം ഒരു അസൂയയിലല്ല അത് നിൽക്കുന്നത്, മറിച്ച് നമുക്ക് അയാളോട് ഒരു തരം വിരോധം ഉണ്ടാവും. നമ്മൾ പോലും തിരിച്ചറിയാത്ത ഒരു വിരോധം അയാളിലുണ്ടാകും. ചിലപ്പോൾ നമ്മൾ പോലും അത് അറിയാനുണ്ടാവില്ല, പക്ഷെ നമ്മളിൽ അത് വർക്കൗട്ട് ആകുന്നുണ്ടാകും, പക്ഷെ നമ്മളത് അറിയണമെന്നില്ല. ഈ അസൂയയും വിരോധവും അല്ലെങ്കിൽ വിദ്വേഷം എന്നൊക്കെ പറയുന്നത് രണ്ടും പരസ്പര പൂരകമാണ്, ഇരട്ടപെറ്റ മക്കളെ പോലെയാണ്. അസൂയയുള്ള ആൾക്ക് വിരോധം ഉണ്ടാകും, വിരോധം ഒരാളോട് നമുക്കുണ്ടെങ്കിൽ അയാളോട് നമുക്ക് അസൂയ ഉണ്ടാവും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം സജീവമായി പ്രവർത്തിക്കും. അതേപോലെ തന്നെ നമുക്കൊരാളോട് അസൂയ ഉണ്ടെങ്കിൽ അയാളെ കുറിച്ച് നമ്മളൊരു തെറ്റായ വാർത്ത കേൾക്കുകയാണ്. നമ്മളൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് നമ്മൾ ഇതിങ്ങനെ പറയുന്നത്. നമ്മളൊന്നും ഒരു ആത്മപരിശോധനക്കും സന്നദ്ധാകാറില്ല. നമ്മളിലൊക്കെ എല്ലാവരിലും അസൂയ എന്ന് പറയുന്ന വികാരം നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ നടക്കുന്നത് ഐ ആം പെർഫെക്റ്റ് ഓക്കെ ആയി ആ മനസ്സ് വെച്ചിങ്ങനെ നടക്കുന്നത് കൊണ്ട് ഞാൻ നല്ലവനാണെന്ന് എനിക്ക് തന്നെ തോന്നിയാൽ, ഞാൻ ശരിയാണെന്ന് എനിക്ക് തന്നെ തോന്നിയാൽ പിന്നെ എന്ത് തടയപ്പെടും? സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പിന്നെ ചെയ്യില്ല. ഞാൻ നല്ലവനാണ്, പിന്നെന്താ ഞാൻ പരിശോധിക്കുന്നത്? ഞാൻ നല്ലവനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ സ്വയം ഒരു വിലയിരുത്തുക, അല്ലെങ്കിൽ ഒരു മുഹാസബ, ഒരു ആത്മപരിശോധന, സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു സെൽഫ് ജഡ്ജ്മെന്റ്, ഇതൊന്നും നമുക്ക് നടത്താൻ കഴിയില്ല. കാരണം ഞാൻ നല്ലവനാണ്, പിന്നെന്ത് നടത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ അയാം ഓക്കെ ആയി നടക്കുന്നത് കൊണ്ട്, യു ആർ നോട്ട് ഓക്കെ, നിങ്ങളതിന് ശരിയല്ല, ഞാൻ മാത്രമാണ് ശരി എന്ന മനസ്സോടുകൂടി നടക്കുന്നത് കൊണ്ട്, ഇനി എന്താണെങ്കിലും ശരി ഞാൻ ശരിയാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സ്വയം വിലയിരുത്തലിന് സന്നദ്ധമാകാതിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അസൂയ ഉണ്ടോ, അഹങ്കാരമുണ്ടോ, റിയാവുണ്ടോ എന്നൊന്നും അവർക്ക് സ്വയംബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വളരെ നിഷ്കൃഷ്ടമായ ഒരു സെൽഫ് അസസ്മെന്റ്, ഒരു സ്വയം വിചാരണ അല്ലെങ്കിൽ സ്വയം വിലയിരുത്തൽ നമ്മൾ നടത്തിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മിൽ അസൂയയുണ്ട്, നമ്മിൽ അഹങ്കാരമുണ്ട്, നമ്മിൽ പ്രകടനാത്മകതയുണ്ട്, നമ്മിൽ വിരോധമുണ്ട് എന്നൊക്കെ നമുക്ക് തന്നെ തിരിയും. അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ശാന്തമായി ഒറ്റയ്ക്കിരുന്ന് നമ്മെ തന്നെ നാം ഒരു അസസ്മെന്റിന് വിധേയമാക്കുക, നമ്മെ തന്നെ നാം ഒരു വിചാരണക്ക് വിധേയമാക്കുക. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ, അതേപോലെ തന്നെ അസൂയുള്ള ഒരാളോട്
നമുക്ക് നീതിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയില്ല. നീതിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയില്ല. നമുക്കൊരാളുടെ അസൂയ ഉണ്ടെങ്കിൽ നമുക്ക് അയാളോട് നീതിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ അസൂയ നമുക്കൊരാളോടുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ കേട്ടാൽ ഒരു ഫാക്ട് ചെക്കിങ്ങിന് നമ്മൾ നിൽക്കില്ല. അത് അപ്പടി തന്നെ വിഴുങ്ങാനായിരിക്കും നമുക്ക് ആഗ്രഹം. അയാളെക്കുറിച്ച് ആ പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് പോലും ഉണ്ടാവില്ല. അത് ഉണ്ടാവാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഈ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയത്തിലും ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രശ്നമാണത്. ഒരാളെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറഞ്ഞ ആൾ ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ പറഞ്ഞ ആളേക്കാൾ വിശ്വാസം പറയപ്പെട്ട ആളെക്കുറിച്ച് നമുക്കുണ്ടാവും. ഇപ്പോൾ എന്നെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരാൾ എന്നെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട്, അയാളെ ഞാനും കൂടി നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക എന്നെ ആയിരിക്കും. കാരണം അയാളെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റുന്നത് ഞാനാണ്. പക്ഷേ അയാൾ എന്നെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി വരേണ്ടത് ഇയാളെക്കാൾ വിശ്വസ്തനാണല്ലോ ഞാൻ, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്നല്ല. സ്വാഭാവികമായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത, എന്നെക്കുറിച്ച് തെറ്റായ ആരോപണമാണ് ഒരാൾ ഉന്നയിക്കുന്നതെങ്കിൽ എനിക്ക് എന്നോട് അസൂയം കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ അയാൾ വിശ്വസിക്കുന്ന അപ്പടി അങ്ങനെയാണ് എന്ന് വിചാരിക്കാനായിരിക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുക. മനുഷ്യൻ്റെ പ്രവണതകളാണ് ഇതൊക്കെ. നമുക്ക് ഡയഗ്നൈസ് ചെയ്യണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ നിഷ്കൃഷ്ടമായ നിശിതമായ ആത്മപരിശോധന നടത്തിയാൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ ശരിയാണ്, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ, ഞാൻ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഞാൻ ഖുതുബ നടത്തുന്നുണ്ടല്ലോ, ഞാൻ ദാനം ചെയ്യുന്നുണ്ടല്ലോ എന്നൊന്നും വിചാരിച്ച് നടന്നാൽ ഇത് മനസ്സിലാവില്ല. കാരണം ഇത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇയാൾക്കെതിരെ എന്തെങ്കിലും നമുക്കൊരാളുടെ അസൂയ ഉണ്ടെങ്കിൽ അയാളുടെ തിന്മകൾ, അയാളുടെ നന്മകൾ ഹൈഡ് ചെയ്യാനും അയാളുടെ തിന്മകൾ ഹൈലൈറ്റ് ചെയ്യാനും ആയിരിക്കും നമ്മൾ ശ്രമിക്കുക. ഇത് അസൂയയുടെ ഒരു പ്രതിഫലനമാണത്. നമുക്കൊരാളോട് കടുത്ത അസൂയ ഉണ്ടെങ്കിൽ അയാളുടെ തിന്മകൾ ഹൈലൈറ്റ് ചെയ്യാനും അയാളുടെ നന്മകൾ ഹൈഡ് ചെയ്യാനും ആയിരിക്കും നമ്മൾ. ഹൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മറച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിക്കും. അയാളെക്കുറിച്ച് മോശം എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പൊക്കി പിടിക്കാൻ നമ്മൾ ശ്രമിക്കും. അതാണ് ഹൈഡ് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമുക്കൊരാളോട് അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നമുക്കൊരു സുഖം ഉണ്ടാവും. അയാൾക്ക് എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടായാൽ നമുക്കൊരു നിരാശ ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ പ്രതിഫലനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമുക്കിതറിയാൻ പറ്റാത്തതിൻ്റെ കാരണം ഐ ആം ഓക്കെ എന്ന വിചാരത്താൽ മനോനിലയിൽ നമ്മൾ നടക്കുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങൾ നമ്മിൽ ആക്ടിവേറ്റ് ആകാതിരിക്കാൻ നമ്മൾ നിരന്തരം ശ്രദ്ധിക്കണം. ഒരാൾക്കെതിരെ നമ്മൾ ന്യായമായ നമ്മൾ ഉന്നയിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കെലിമത്തു ഹക്കുൻ ഉരീദ ബിഹൽ ബാത്തിൽ, പറയുന്ന കാര്യം ശരിയായിരിക്കും, പക്ഷേ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം തെറ്റായിരിക്കും. ഇങ്ങനെയാണ് നമ്മളൊക്കെ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. പറയുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് അത് നല്ല കാര്യമാണല്ലോ, അത് ശരിയല്ല അദ്ദേഹം പറഞ്ഞതെന്നൊക്കെ തോന്നും. പക്ഷേ അദ്ദേഹം ആ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വേറെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, ആളുകളെ വിമർശിക്കുമ്പോൾ, ആളുകളുടെ കുറ്റങ്ങൾ പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ ആളുകളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു നടക്കാമെന്നൊന്നുമല്ല, അങ്ങനെ പറയുമ്പോൾ മിനിമം നമ്മളൊന്ന് ഒരു ആത്മപരിശോധനയ്ക്ക് സന്നദ്ധമാകണം. ഞാൻ ഈ പറയുന്നത് യഥാർത്ഥ ഇഖ്ലാസോടു കൂടിയാണോ അതോ അയാളോടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള അസൂയ കൊണ്ടാണോ വിരോധം കൊണ്ടാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇങ്ങനെ പരിശോധിച്ച് വേണം നമ്മളുടെ ഹൃദയത്തെ നമ്മൾ വിമലീകരിക്കാൻ. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തെ 100% കളർഫുള്ളാക്കാൻ പറ്റും, അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ പറ്റും എന്നൊന്നുള്ള അവകാശവാദമൊന്നും നമുക്ക് ആർക്കും ഉന്നയിക്കേണ്ടതില്ല. പക്ഷേ നന്നായി നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയും. നമ്മുടെ മനസ്സിനെ ഒരു ഓപ്പൺ ഹേർട്ടാക്കി, ഒരു തുറന്ന ഹൃദയമാക്കി, അല്ലെങ്കിൽ ഒരു വിശാല ഹൃദയമാക്കി, അല്ലെങ്കിൽ ഒരു ശുദ്ധിയുള്ള ഹൃദയമാക്കി നമുക്കൊരു പരിധി വരെ മാറ്റിയെടുക്കാൻ കഴിയും. അതിനുള്ള ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സെൽഫ് അസസ്മെൻ്റ് ആണ്, സ്വയം വിചാരണയാണ്, സ്വയം വിലയിരുത്തലാണ്. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സംഗതി, നമ്മളൊക്കെ ഓതി പാരായണം ചെയ്ത് പോകുന്ന ഒരു സംഗതിയാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അതൊരു പ്രാർത്ഥനയാണ്.
അസൂയപ്പെടുമ്പോൾ അയാളുടെ അസൂയയുടെ ദുരന്തങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന മിനിമം പ്രാർത്ഥനയാണത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക, നമ്മിൽ നിന്ന് രക്ഷ തേടി ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ റേഞ്ചിൽ നമ്മൾ വരാതിരിക്കാൻ നമ്മൾ നോക്കണം. ഇത് സാധാരണ നമ്മൾ ചിന്തിക്കാറുള്ള ഒരു സംഗതിയല്ല. മറ്റൊരുത്തൻ നമ്മിൽ നിന്ന് കാവലിനെ തേടുക, അത് എത്രമാത്രം ദുരന്തപൂർണവും എത്രമാത്രം മോശവുമായ കാര്യമാണ്. അപ്പൊ നമ്മൾ അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രാർത്ഥനയുടെ റേഞ്ചിൽ നമ്മൾ വരുന്നു എന്നതാണ്. എപ്പോഴും അസൂയയിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയുടെ റേഞ്ചിൽ നമ്മൾ കടന്നു വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ജാഗ്രത പാലിക്കണം. അതെത്ര മോശമാണ്. നിങ്ങൾ ഒരാൾ അസൂയ പഠിച്ചവനോ ഒമിൻ ശരി ഹാസിദിൻ ഇതാ ഹസദ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അസൂയപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ റേഞ്ചിൽ ഞാൻ വരികയാണ്, അയാൾ രക്ഷ തേടുന്ന റേഞ്ചിൽ ഞാൻ വരികയാണ്. ഞാൻ അതിനകത്ത് വരിക, ആ വൃത്തത്തിനകത്ത്, ആ സർക്കിളിനകത്ത് വരിക എന്ന് പറഞ്ഞാൽ എത്ര മോശമാണ്. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓളം വെട്ടണം. അപ്പോഴേ നമുക്ക് അതിൽ നിന്ന് മുക്തമാവാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ വിചാരിച്ച കുറച്ചൊക്കെ നടക്കുന്ന കാര്യമാണ്. അല്ലാതെ ഇതൊക്കെ ഔലിയാക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ ഭയങ്കര തസ്തികയിലിരിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റുള്ളൂ എന്നുള്ള വിചാരമൊന്നും നമുക്ക് വെച്ച് വളർത്തേണ്ട കാര്യമില്ല. ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വലിയതാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്കൊന്നും ചിലപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അഹങ്കാരമൊക്കെ പിടികൂടുമ്പോൾ വേറെ ഒന്നിനും കഴിയൂല. അഹങ്കാരത്തിൻ്റെ പുറകിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചല്ലോ, ഓട്ടോറിക്ഷക്കാരനേക്കാൾ അഹങ്കാരമുള്ളവനായിരിക്കും പണ്ഡിതൻ, മീൻകച്ചവടക്കാരനേക്കാൾ അഹങ്കാരമുള്ളവനായിരിക്കും പണ്ഡിതൻ. പദവി ഉയരുന്തോറും അഹങ്കാരം കൂടും. സാധാരണ കൂലിപ്പണിക്കാരനേക്കാൾ അഹങ്കാരിയായിരിക്കും എഞ്ചിനീയർ. സാധാരണ തൊഴിൽ ചെയ്യുന്ന ആളുകളേക്കാൾ അഹങ്കാരിയായിരിക്കും ഡോക്ടർ. കാരണം പദവി വർദ്ധിക്കും തോറും അഹങ്കാരത്തിനുള്ള സാധ്യത വളരെ കൂടുകയാണ്. ഒരു സത്യം അംഗീകരിക്കാനുള്ള വിസമ്മതത്തിന്റെ ഗ്രാവിറ്റി വർദ്ധിക്കും. അപ്പൊ സാധാരണക്കാരനാണ് അതൊക്കെ കൂടുതൽ സാധിക്കുക, നന്നാവാനൊക്കെ കൂടുതൽ സാധിക്കുക സാധാരണക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ പരിശോധിക്കണം, ആത്മപരിശോധന നടത്തണം. ഇതുപോലെ റേഞ്ചിൽ വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. പരിശുദ്ധ റമദാനിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇത് റമദാനുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല, എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഒരു സംഗതിയാണ് വിരോധം, ആളുകളോടുള്ള വിരോധം. ഈ വിരോധം ഉണ്ടാകുമ്പോൾ, വിരോധവും അസൂയയും തമ്മിലുള്ള ഇതെന്താണെന്ന് ചോദിച്ചാൽ, അസൂയ ഉള്ളവരോട് നമുക്ക് വിരോധം ഉണ്ടാവും, വിരോധം ഉള്ളവരോട് നമുക്ക് അസൂയ ഉണ്ടാവും. വളരെ ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ ഒരാളോട് വിരോധം വെച്ച് പുലർത്തുന്നത്. എന്നൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾ ചിലപ്പോൾ 500 രൂപ ചോദിച്ചിട്ട് കടം തന്നിട്ടുണ്ടാവില്ല. അയാളോട് പിന്നെ നമുക്ക് എപ്പോഴും വിരോധമായിരിക്കും, വെറുപ്പായിരിക്കും, അയാളെ ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ കടം കൊടുത്ത ആള് കടം കിട്ടിയ ഡേറ്റിന് കിട്ടാതായപ്പോൾ ഒന്ന് ചോദിച്ചിട്ടുണ്ടാവും, പിന്നെ അയാളെ നമുക്ക് ഇഷ്ടമല്ല, പിന്നെ അയാൾ പറഞ്ഞത് ശരിയാവില്ല, അയാളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇങ്ങനെ തുടങ്ങി ചെറിയ 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 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരാളെ വെറുക്കുന്നത്, ഒരാളോട് മിണ്ടാതിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മിനിമം ഇപ്പോൾ റമദാനിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കാൻ പോവല്ലേ, ഒരു സാധാരണക്കാർ ഒരാള് മിക്കവാറും ഒരു 3 ആളോട് മിണ്ടുണ്ടാവില്ല. അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, സാധാരണ ഭാഷയിൽ പറഞ്ഞ ഉള്ളി തൊണ്ട് പൊളിച്ചു പോലിരിക്കും. അല്ല, എന്താ അയാളായിട്ട് പിണങ്ങാൻ എന്താ കാര്യം, ഒന്ന് വിശദീകരിക്കുക സാഹിബേ എന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഈ അവസ്ഥയിലാണ് കൊല്ലങ്ങളോളം മിണ്ടാതിരിക്കുന്ന മാനസികാവസ്ഥയിൽ നിലനിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. വളരെ ഗൗരവമുള്ള കാര്യമാണെങ്കിൽ പിന്നെ ഗൗരവമുള്ള കാര്യമാണെന്ന് വയ്ക്കാം, ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കല്യാണത്തിന് വിളിക്കാൻ അയാൾ വിട്ടുപോയിട്ടുണ്ടാവും, മനുഷ്യനല്ലേ മറന്നുപോയിട്ടുണ്ടാവും. 10,500 രൂപ വിളിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരാളെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. നമ്മളത് അയാൾക്ക് പുറത്തു കൊടുക്കുന്നതിന് പകരം നമ്മൾ അയാളോട് വിരോധം വെച്ച് പുലർത്തുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനിത് പറയുന്നത്. ചിലപ്പോൾ നിക്കാഹിന് സ്റ്റേജിലേക്ക് കയറിയിരിക്കാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പിന്നെ അവിടെ നിന്നായി പ്രശ്നം, പിന്നെ മുട്ടിന് പ്രശ്നങ്ങളാണ്. അങ്ങനെയാണല്ലോ നിക്കാഹൊക്കെ നടക്കുമ്പോൾ ബന്ധപ്പെട്ട ആളുകളെ സ്റ്റേജിലേക്ക് കയറ്റിയിരുത്തണം, അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പലവിധ കാരണങ്ങളാണ് നമ്മൾ ഉന്നയിക്കുന്നത്. അയാൾ എൻ്റെ 2 ലക്ഷം രൂപ തട്ടിച്ചെടുത്തു കൊണ്ടുപോയി, ഞാൻ പിന്നെ അയാളായിട്ട് മിണ്ടിയിട്ടില്ല. കേൾക്കാൻ രസമുണ്ട്, കാരണം 2 ലക്ഷം രൂപ കട്ടുകൊണ്ടുപോയി അയാളോട് പിന്നെ മിണ്ടാൻ തോന്നുന്നു. ശരിക്ക് അതിനകത്തൊരു ലോജിക്കെങ്കിലും ഉണ്ട്. ഇതൊന്നുമല്ല, 1000 രൂപ കടം മേടിച്ചിട്ട് അല്ല ശനിയാഴ്ച തരാമെന്ന് പറഞ്ഞാണല്ലോ സാഹിബേ, അത് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ തന്നെ പ്രശ്നമാണ്. പിന്നെ മിണ്ടൂല.
പിന്നെ അയാൾ അന്വേഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾക്ക് എന്തൊക്കെ കുറവുണ്ട്, ഇയാളുടെ അവിടെ പ്രശ്നങ്ങളൊക്കെ എവിടെയാണുള്ളത്, ഇയാൾ ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇത് അന്വേഷിക്കലായിരിക്കും പിന്നെ നമ്മുടെ പണി. ഈ സ്വഭാവം നമ്മൾ മാറ്റണം. വിരോധം ഒരാളോട് വെച്ചു പുലർത്തുക എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന്, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരാളായിട്ട് പിണങ്ങി നിൽക്കുന്നത് അവസാനിപ്പിക്കുന്നതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ഹജ്ജാണെന്നാണ്. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥനാ ക്യാമ്പയിനായിട്ട് പൊരുത്തപ്പെടണം എന്നുള്ള ക്യാമ്പയിനുമായിട്ട് നമ്മൾ നടക്കുന്നത് എപ്പോഴാണ്? ഹജ്ജ് സീസണിലാണ്. ഹജ്ജ് ചെയ്യുന്നവരപ്പം കണ്ട ആദ്യം പറയാ പ്രാർത്ഥിക്കണം പൊരുത്തപ്പെടണം. ഇത് കണ്ട വിചാരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥനയുടെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് ഈ മിണ്ടാതിരിക്കുന്നതിന്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഹജ്ജാണെന്ന് തോന്നുന്നു. ഹജ്ജും റമദാനും ഒന്നുമല്ല എന്തിന്റെ കട്ട് ഓഫ് ഡേറ്റ്, ഒരാളുമായിട്ട് മിണ്ടാതിരിക്കുന്നതിന്റെ കട്ട് ഓഫ് ഡേറ്റ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക തലാത്തിൻ വമൻ ഹജറ ഫൗക തലാത്തിൻ ഫമാത ദഖല അന്നാർ. 3 ദിവസത്തിൽ കൂടുതൽ സത്യവിശ്വാസികൾ പരസ്പരം മിണ്ടാതിരിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതിനിടയിൽ ഒരാൾ മരണപ്പെട്ടാൽ ഫമാത ദഖല അന്നാർ, അയാൾ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അതിനേക്കാൾ രസകരമായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നമ്മൾ മിമ്പറിലും നമ്മുടെ പ്രാർത്ഥനയിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വാചകമാണ്. ഇത് വിശുദ്ധ ഖുർആനിലെ ഒരു പ്രാർത്ഥനയാണ്, സത്യവിശ്വാസിയുടെ ഒരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? വളരെ പ്രസക്തമായ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ലോകത്ത് ഒരു ദർശനത്തിനും കാഴ്ചവെക്കാൻ കഴിയാത്ത അത്രയും മനോഹരമായൊരു പ്രാർത്ഥനയാണ്. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. സത്യവിശ്വാസത്തിന്റെ പാതയിൽ എനിക്ക് മുമ്പേ കഴിഞ്ഞുപോയ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ, എനിക്ക് പുറത്തു കൊടുക്കണമേ തമ്പുരാനെന്ന് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? കഴിഞ്ഞുപോയ മുഴുവൻ ആളുകൾക്കും, സത്യവിശ്വാസികളുടെ പാതയിൽ സഞ്ചരിച്ച ആളുകൾക്ക്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പടച്ചവനെ, സത്യവിശ്വാസികളോട് എനിക്ക് വെറുപ്പുണ്ടാക്കല്ലേ, സത്യവിശ്വാസികളോട് എനിക്ക് വിരോധമുണ്ടാക്കല്ലേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 ആളോട് തെറ്റിയിട്ടും ഈ പ്രാർത്ഥന തന്നെ പിന്നെ നമ്മൾ നിർത്തണത്, പടച്ചവനെ വിരോധം ഉണ്ടാക്കല്ലേ. ഏത് ബോധപൂർവം വിരോധം സൃഷ്ടിച്ച് ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് സന്നദ്ധമായാൽ എല്ലാം തീരാവുന്ന പ്രശ്നമൊക്കെ വെച്ചിട്ടാണ് റബ്ബന വലാ തജ്അൽ ഫീ ഖുലൂബിനാ. പടച്ചവനെ, നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും തമ്മിൽ അജഗജാന്തരമുണ്ട്, പല വൈരുദ്ധ്യങ്ങളുമുണ്ട്. നമ്മൾ നേരത്തെയുള്ള ഖുതുബകളിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനവും തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രാർത്ഥന, മനോഹരമായ പ്രാർത്ഥന, ആർക്കാ ഈ പ്രാർത്ഥന? എന്നെ സത്യവിശ്വാസികളോട് പടച്ചവൻ എൻ്റെ മനസ്സിൽ വിരോധം ഉണ്ടാക്കല്ലേ. കാരണം ആ വിരോധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കേവലം പിണങ്ങി നിൽക്കൽ മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ അതുവഴി ഉണ്ടാകും. സഫൻ കന്നഹും ബുനിയാനുൻ മർസൂസ്. സത്യവിശ്വാസികളുടെ ആ ഐക്യത്തെക്കുറിച്ച്, കെട്ടുറപ്പിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്, കല്ലുകൾ ചേർത്ത് വെച്ച ഒരു ഭിത്തിയെ പോലെ, ഉറച്ച ഭിത്തിയെ പോലെ നിൽക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. കാരണം അവർക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. അവിടെ പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഭിന്നിച്ചു നിന്നാൽ അവ ഏറ്റെടുത്ത് നടത്തേണ്ടത് പല ദൗത്യങ്ങളും നിർവഹിക്കാൻ കഴിയാതെ വരും. അത് ഇസ്ലാമിക സാമൂഹിക ഘടനയുടെയുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ അതൊക്കെ സംസാരിക്കുന്നത്. അല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോണ്ടാകുന്ന ആ ഒരു ചെറിയ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടല്ല അള്ളാഹ് ഇത് പറയുന്നത്. അള്ളാഹ് ഇത് പറയുന്നത് വിശ്വാസി സമൂഹത്തിന് നിർവഹിക്കേണ്ട ദൗത്യവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിൽ പരസ്പരം ആളുകൾ മിണ്ടാതിരുന്നാൽ അത് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കും എന്നതുകൊണ്ടാണ്. അത് വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ദൗത്യമുള്ളതായിട്ട് നമുക്ക് തോന്നാത്തത് കൊണ്ട് പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ വിരോധമൊന്നുമില്ലാത്ത രൂപത്തിൽ സംഘടനാ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും പോലും അത് കഴിയണില്ല. അതുകൊണ്ടാണല്ലോ മെയിൻലി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് വിയോജിക്കാൻ അറിയില്ല. മുജാഹിദുകാരനോട് വിയോജിക്കാൻ നമുക്കറിയാൻ പാടില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് വിയോജിക്കാൻ നമുക്കറിയാൻ പാടില്ല, സമസ്തക്കാരനോട് വിയോജിക്കാൻ നമുക്കറിയാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരനെ വെറുക്കാനും വിരോധം വെച്ച് പുലർത്താനേ നമുക്കറിയുള്ളൂ. മുജാഹിദുകാരനെ വെറുക്കാനും വിരോധം വെച്ച് പുലർത്താനേ നമുക്കറിയുള്ളൂ. സമസ്തക്കാരനെ വെറുക്കാനും വിരോധം വെച്ച് പുലർത്താനേ അറിയുള്ളൂ. വിയോജിക്കാൻ നമുക്കറിയില്ല. വിയോജിക്കേണ്ട സംസ്കാരം, വിയോജിപ്പിന്റെ രീതിശാസ്ത്രം ഇനിയും നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ സംഘടനാ നേതാക്കളും ഇനിയും ആർജിക്കേണ്ടതായിട്ടുണ്ട്. വിയോജിപ്പിന്റെ ഒരു സംസ്കാരമുണ്ട്, അത് വിരോധത്തിൻ്റെതല്ല. വിയോജിപ്പുകൾ വിരോധത്തിലേക്ക് വളരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ സംഘടനാ നേതാക്കന്മാരും സംഘടനകളും ഒക്കെ ചെയ്യുന്നത്, തങ്ങൾക്കാരോടെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഉടനെ വിരോധമാണ്. പിന്നെ സലാം പോലും ചെല്ലാൻ പറ്റില്ല, പിന്നെ സലാം പോലും മടക്കാൻ പറ്റില്ല. അതാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ സലാം പോലും ചെല്ലാനോ മടക്കാനോ പോലും നമുക്ക് പറ്റില്ല.
പിന്നെ അവരുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ പത്രത്തിൽ നമ്മൾ കൊടുക്കുക പോലുമില്ല. RSSകാരൻ്റെ കൊടുത്താലും നമ്മുടെ കൊടുക്കൂല. ഈ മാനസികാവസ്ഥയാണ് പലർക്കും ഉള്ളത്. എന്നിട്ട് അവരും പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അവരും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കും. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം എന്ന്. അതുകൊണ്ട് ഹൃദയവിശുദ്ധി വളരെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ്. അതിൻ്റെ ആഴവും പരപ്പും നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഹൃദയവിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഹൃദയവിശുദ്ധി ഇല്ലാതെ വേറെ എന്ത് വിശുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം ഹൃദയത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്. വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും ഒറിജിൻ അത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്. ഒറ്റ സംഭവം അത് മാത്രം മതി ഹൃദയവിശുദ്ധിക്കുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലിരിക്കുമ്പോൾ അനുയായികളോട് പറഞ്ഞു, സ്വർഗം ലഭിക്കാൻ പോകുന്ന ഒരാളിപ്പോൾ കടന്നു വരും, കാണണം താല്പര്യമുള്ളവർക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ താടിയിൽ നിന്ന് ഉളു എടുത്തതിൻ്റെ വെള്ളം ഇറ്റു വീണ് ചെരുപ്പൊക്കെ ഇങ്ങനെ പിടിച്ച് പള്ളിയിലേക്ക് വരികയാണ്. റസൂൽ അവരെ കണ്ടു. രണ്ടാമത്തെ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വർഗാവകാശിയായിട്ടുള്ളൊരു മനുഷ്യൻ ഇപ്പോൾ വരും, ആവശ്യമുള്ള ആളുകൾക്ക് കാണാം എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം വന്ന അതേ മനുഷ്യൻ തന്നെയാണ് രണ്ടാമത്തെ ദിവസം വന്നത്. മൂന്നാമത്തെ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ വരും, അയാളെ കാണാൻ താല്പര്യമുള്ളവർക്ക് നോക്കിയാൽ കാണാം. അങ്ങനെ കടന്നു വരുന്ന മനുഷ്യനെ നോക്കിയപ്പോൾ ഈ 3 ദിവസം വന്ന് ഒറ്റ ആൾ തന്നെയാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, സ്വർഗമാണ് നമ്മുടെ ഏറ്റവും പരമമായ ലക്ഷ്യം, അത് ഉറപ്പ് വന്ന, അത് റിസർവ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ആരും ആകാംക്ഷഭരിതരായി നോക്കും. അങ്ങനെ കടന്നു വന്ന മനുഷ്യൻ, എല്ലാവർക്കും ആകാംക്ഷയുണ്ടായി. അതിനകത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് എന്താണ് ഇദ്ദേഹം കൂടുതലായിട്ട് ചെയ്യുന്ന ആരാധനകൾ, അതൊന്ന് അന്വേഷിക്കണമല്ലോ എന്ന വിചാരം ഉണ്ടായി. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ. ഈ ആരാധനകളുടെ ആധിക്യമാണ് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നതും സ്വർഗത്തിന് നമുക്ക് പ്രവേശനം ഉറപ്പുവരുത്തുന്നതും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. ആരാധനകൾക്ക് പ്രാധാന്യമില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ആരാധനകളുടെ ആധിക്യമാണ്, അനുഷ്ഠാനങ്ങളുടെ ആധിക്യമാണ് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. ഇസ്ലാമിൽ അങ്ങനെ അമിതാരാധനയില്ല, അമിതമായ അനുഷ്ഠാന കർമ്മങ്ങളും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ വളരെ നിശ്ചയിക്കപ്പെട്ട നിർണിതമായ ആരാധനാ കർമ്മങ്ങൾ മാത്രമാണുള്ളത്. അതിനാകട്ടെ വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുമുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു അൻസാരിയാണ് ഈ കടന്നു വന്ന മനുഷ്യൻ. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ 2-3 ദിവസം ഒന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. സ്വാഭാവികമായിട്ട് അറേബ്യൻ സംസ്കാരത്തിൽ ഒരു 3 ദിവസമൊക്കെ വീട്ടിൽ ആളെ താമസിപ്പിക്കും. അങ്ങനെ വീട്ടിൽ താമസിച്ചു. രാത്രിയിൽ ഇദ്ദേഹം എന്താണ്, പ്രത്യേകിച്ച് വല്ല മുഴുവൻ സമയം നിസ്കരിക്കുകയാണോ, മുഴുവൻ സമയം ദിക്റില്ലാണോ, മുഴുവൻ സമയം സലാത്തില്ലാണോ, മുഴുവൻ സമയം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെയുള്ള നമ്മുടെ വിചാരം. അങ്ങനെയാണ് അദ്ദേഹവും വിചാരിച്ചത്. അങ്ങനെ ഇദ്ദേഹം കിടന്നുറങ്ങി. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിനെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ, കാരണം ഒബ്സർവേഷന് വന്നിരിക്കുന്നതാണ്, നിരീക്ഷണത്തിന് വന്ന ആളാണ്. അങ്ങനെ ഇദ്ദേഹം അതൊക്കെ ഉറക്കം നടിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നപ്പോൾ ഇദ്ദേഹം, ഈ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയായിട്ടുള്ള ഇദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും നടത്തണില്ല. സാധാരണ സംസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്ന് പിന്നെ തഹജ്ജുദ് നമസ്കരിച്ചു. അതിനിടയിൽ തിരിയുമ്പോഴും മറിയുമ്പോഴും ഒക്കെ ചില ദിക്റുകളോ മറ്റോ ചൊല്ലിയിരുന്നു. അത്രയേ ഉള്ളൂ എന്നാണ് അത് സംബന്ധമായിട്ട് പറയുന്നത്. അതിനപ്പുറത്ത് പ്രത്യേകിച്ച് 3 ദിവസം, എന്നാൽ പിന്നെ 2-ാമത്തെ ദിവസം എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ 2-ാമത്തെ ദിവസം കാര്യമായിട്ടൊന്നും നടന്നില്ല. 3-ാമത്തെ ദിവസം ചിലപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ 3-ാമത്തെ ദിവസം കാര്യമായിട്ടൊന്നും ചെയ്തില്ല. റുട്ടീനായിട്ട് ചെയ്യുന്ന കുറച്ച് അത്യാവശ്യം ആരാധനാ കർമ്മങ്ങളാണ് നിർവഹിച്ചത്. അവസാനം ഗതിയില്ലാതായപ്പോൾ ഇദ്ദേഹത്തിനോട് നേരിട്ട് തന്നെ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ പ്രത്യേകത, റസൂൽ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് സംഭവം എന്ന് ചോദിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തോട് നേരിൽ കണ്ട് ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം എടുത്താൽ പൊങ്ങാത്ത നമ്മുടെ ഭാഷയിൽ വലിയ ആരാധനകളുടെയോ വലിയ സംഭവങ്ങളുടെയോ കഥയല്ല അദ്ദേഹം പറഞ്ഞത്. മറിച്ച് അദ്ദേഹം പറഞ്ഞു, റസൂൽ അങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരോടും വിരോധവുമില്ല, എനിക്ക് ആരോടും അസൂയയുമില്ല, അതായിരിക്കാം എന്നെ സ്വർഗാവകാശിയാക്കി മാറ്റിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹൃദയവിശുദ്ധിക്ക് ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്. നമ്മൾ ഹൃദയവിശുദ്ധിക്കല്ല പ്രാധാന്യം കൽപ്പിക്കുന്നത്, നമ്മളിങ്ങനെ ആരാധനകളുടെ ആധിക്യത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഹൃദയവിശുദ്ധി എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. വളരെ കഠിനമായ പരിശ്രമത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ഉണ്ടാക്കിയെടുക്കലാണ് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പരിഗണനയ്ക്ക് അർഹരാകാനുള്ള ഒരു പ്രധാന വഴി, ഒരു പോംവഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹൃദയവിശുദ്ധിക്കും ആത്മസംസ്കരണത്തിനൊക്കെ ഒരുപാട് ടൂളുകൾ ഇസ്ലാമിലുണ്ട്. അതിൽപ്പെട്ടതാണ്, നമ്മൾ അതിൻ്റെ വിശദീകരണത്തിലേക്കല്ല പോകുന്ന, ആരാധനാ കർമ്മങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദിക്റുള്ള, അള്ളാഹുവിനെ സ്മരിക്കുക, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം വായിക്കുക, അതേപോലെ തന്നെ
നമ്മൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മപരിശോധന നടത്തുക, ഇങ്ങനെയുള്ള ഒരുപാട് ടൂളുകൾ ഇസ്ലാമിൽ ആത്മസംസ്കരണത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബയിൽ നമുക്ക് പറയാം. അതുകൊണ്ട് പരമാവധി ആത്മവിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ നമ്മൾ പ്രവർത്തിക്കുക, ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഹൃദയവിശുദ്ധിയുള്ള നല്ല ആളുകളിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പര നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.